ചിലപ്പോഴൊക്കെ തോന്നാറില്ലേ ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകുകയാണെന്ന്. ജോലിയും ബന്ധങ്ങളും പിന്നെ ഈ ഡിജിറ്റൽ ലോകവും ഒക്കെ ചേർന്ന് നമ്മളെ വല്ലാതെ മുറുക്കുന്നതുപോലെ. PPNന്റെ പവർ ഓഫ് ഡിറ്റാച്ച്മെന്റ് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു തരം ഒളിച്ചോട്ടത്തെക്കുറിച്ചല്ല, മറിച്ച് ഈ വെല്ലുവിളികളെയൊക്കെ ശാന്തമായി നേരിടാനുള്ള ഒരു പ്രാക്ടിക്കൽ വഴിയെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? ആധുനിക ജീവിതത്തിലെ സമ്മർദ്ദത്തിന്റെ കിണി. ഒരു പക്ഷേ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടുന്നുണ്ടാകും. കാരണം നമ്മളിൽ പലർക്കും എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുള്ള ഒരു അവസ്ഥയാണിത്. എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഇത്ര നിസ്സഹായത തോന്നുന്നത്? കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല, മറ്റെന്തോ ആണ് നമ്മളെ നിയന്ത്രിക്കുന്നത് എന്നൊരു തോന്നൽ. അത് ശരിക്കും എവിടെ നിന്നാണ് വരുന്നത്? അതിനൊരു പ്രധാന കാരണം നമ്മൾ ജീവിക്കുന്നത് പലപ്പോഴും ഭൂതകാലത്തിലാണ്. മനസ്സിൽ ഒരു റീവൈൻഡ് ബട്ടൺ വെച്ചതുപോലെ. പണ്ടുപറ്റിയ തെറ്റുകൾ, പഴയ വിഷമങ്ങൾ, ഒരേ സിനിമ നമ്മൾ വീണ്ടും വീണ്ടും റീപ്ലേ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കും. കൂടെ തന്നെയുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വേറൊരു ശീലം, ഓവർ തിങ്കിങ്, അല്ലേ? ഓരോ ചെറിയ കാര്യത്തെയും എടുത്ത് കീറിമുറിച്ച് വിശകലനം ചെയ്യും. അതിന്റെ റിസൾട്ട് എന്താ? മാനസികമായി തളരുന്നു, ആവശ്യമില്ലാത്ത ഉത്കണ്ഠ കൂടുന്നു. പിന്നെ നമ്മുടെ ടെക്നോളജി ശരിക്കും നമ്മളെ കണക്ട് ചെയ്യാനല്ലേ അത്? പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്? നമ്മൾ മറ്റുള്ളവരുമായി നമ്മളെ തന്നെ താരതമ്യം ചെയ്യുന്നു, ശ്രദ്ധ മാറിപ്പോകുന്നു, ഒടുവിൽ ഫോണിനടിമയാവുന്നു. വിരോധാഭാസം തന്നെയല്ലേ? അപ്പോ ഈ കെണിയിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരു വഴിയുണ്ടോ? തീർച്ചയായുമുണ്ട്. അതാണ് നിർമ്മമത അല്ലെങ്കിൽ ഡിറ്റാച്ച്മെന്റ്. പക്ഷേ ആ വാക്കിലേക്ക് കടക്കുന്നതിനു മുൻപ് നമുക്ക് ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ മാറ്റിവെക്കേണ്ടതുണ്ട്. കാരണം നിർമ്മമത എന്ന് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് പോലെയല്ല അത്. ഇവിടെയാണ് പലർക്കും തെറ്റുന്നത്. ഇടതുവശത്ത് കാണുന്നത് നമ്മളെല്ലാവരും കരുതുന്ന ആ തെറ്റിദ്ധാരണയാണ്. ഇതൊരു തരം ഒളിച്ചോട്ടമാണ്, ഒന്നിനോടും ഒരു താൽപ്പര്യവുമില്ലാത്തൊരു തണുപ്പൻ മനോഭാവമാണ് എന്നൊക്കെ. എന്നാൽ യാഥാർത്ഥ്യം വലതുവശത്തുള്ളതാണ്. ഇത് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടലല്ല, മറിച്ച് അനാവശ്യമായ ഭാരങ്ങളില്ലാതെ ജീവിതത്തിലേക്ക് കൂടുതൽ വ്യക്തതയോടെയും ധൈര്യത്തോടെയും ഇറങ്ങിച്ചെല്ലലാണ്. ഇതൊരു തരം സ്വാതന്ത്ര്യം കണ്ടെത്തലാണ്. അപ്പോ എന്താണ് ശരിക്കും ഈ നിർമ്മമത? പുസ്തകം പറയുന്ന പ്രധാന നിർവചനം ഇതാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലെ വേദനയോ മനസ്സിലെ ചിന്തകളോ അല്ല യഥാർത്ഥ നമ്മൾ അതിനെയൊക്കെ നിരീക്ഷിക്കുന്ന ശാന്തനായ ഒരു സാക്ഷിയാണ്, ഒരു ഇന്നർ ഒബ്സർവർ. ആ സാക്ഷിയുമായി നമ്മളെ തന്നെ തിരിച്ചറിയുന്നതിനെയാണ് നിർമ്മമത എന്ന് പറയുന്നത്. ഈ ആശയം ഒന്നുകൂടി വ്യക്തമാക്കാൻ പുസ്തകത്തിൽ മനോഹരമായൊരു ഉദാഹരണമുണ്ട്. ശരീരം ഒരു യന്ത്രമാണെങ്കിൽ ആത്മാവാണ് അതിന്റെ എഞ്ചിനീയർ. ഒന്നാലോചിച്ചു നോക്കൂ. യന്ത്രം ഓടുന്നു, ശബ്ദമുണ്ടാക്കുന്നു, ചിലപ്പോൾ കേടാകുന്നു. പക്ഷെ അതിനെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും എഞ്ചിനീയറാണ്. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. ഓക്കെ, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ ഇതെങ്ങനെ പ്രായോഗികമാക്കും? നമ്മുടെ ആരോഗ്യം, ജോലി, ഓർമ്മകൾ, ഇവിടെയൊക്കെ നിർമ്മമതയ്ക്ക് എന്തു മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആരോഗ്യത്തിന്റെ കാര്യം തന്നെ എടുക്കാം. നമുക്ക് അസുഖം വരുമ്പോൾ നമ്മൾ എന്താ സാധാരണ പറയാ? ഒരു പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ പറയുന്ന ഒന്നാണ്, എനിക്ക് അസുഖമാണ്. പക്ഷേ നിർമ്മമതയുടെ കാഴ്ചപ്പാടിൽ സത്യം അതല്ല. ശരീരത്തിനാണ് അസുഖം, നിങ്ങൾക്കല്ല. ഈ ഒരൊറ്റ ചിന്താഗതിയിലുള്ള മാറ്റം, അത് കൊണ്ടുവരുന്ന വ്യത്യാസം വളരെ വലുതാണ്. നിങ്ങൾ അസുഖവുമായി ഒന്നായി മാറാതിരിക്കുമ്പോൾ മാനസിക സമ്മർദ്ദം കുറയും. അത് ശരീരത്തിന് അതിന്റെ രോഗശാന്തി പ്രക്രിയയിൽ കൂടുതൽ എളുപ്പത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും. അതുപോലെ നമ്മുടെ പഴയ ഓർമ്മകളെ നേരിടാനും നല്ലൊരു വഴിയുണ്ട്. വേദനിപ്പിക്കുന്ന ഓർമ്മകളില്ലേ, അതിനെ നമുക്കിപ്പോൾ പാകമല്ലാത്ത പഴയ ഡ്രസ്സുകൾ പോലെ കാണാൻ ശ്രമിക്കുക. എന്തിനാണ് അവയെ ഇപ്പോഴും അലമാരിയിൽ സൂക്ഷിക്കുന്നത്? നമ്മളതിൽ നിന്നും ഒരുപാട് വളർന്നില്ലേ? അവയെ ഉപേക്ഷിക്കാനുള്ള സമയമായി. ഇതൊക്കെ കേട്ടിട്ട് നിർമ്മമത നിങ്ങളെ ഒരു മടിയനാക്കുമെന്ന് വിചാരിക്കരുത് കേട്ടോ. സത്യം പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. നമ്മൾ പലപ്പോഴും സമ്മർദ്ദവും പ്രയത്നവും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ റിസൾട്ടിനെക്കുറിച്ചുള്ള പേടിയില്ലാതെ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഊർജ്ജം മുഴുവൻ ആ ജോലിയിലേക്ക് പോകും. അതാണ് യഥാർത്ഥ പ്രൊഡക്ടിവിറ്റി. ഇതുവരെ നമ്മൾ സംസാരിച്ചത് നമ്മളെക്കുറിച്ചാണ്. പക്ഷേ ഒരുപക്ഷെ ഇതിലെ ഏറ്റവും വിപ്ലവകരമായ ആശയം ഇനി പറയാൻ പോകുന്നതാണ്. ഇത് മുതിർന്നവർക്ക് മാത്രമുള്ളൊരു തിരുത്തലല്ല, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്മാനം കൂടിയാണ്. പുസ്തകം ചൂണ്ടിക്കാണിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. നമ്മുടെ സമൂഹം സാധാരണ എന്താ ചെയ്യാറ്? ആളുകൾക്ക് പ്രശ്നങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കും. എന്നിട്ട് അതിനൊരു മരുന്ന് പോലെ നിർമ്മമതയെ പരിചയപ്പെടുത്തും.
പക്ഷെ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അത് വരാതെ നോക്കുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, കുട്ടിക്കാലം തൊട്ടേ ഈയൊരു കാഴ്ചപ്പാട് കിട്ടുന്ന ഒരു തലമുറയെപ്പറ്റി. പരാജയങ്ങളെ ഭയക്കാത്ത, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് അടിമപ്പെടാത്ത, ഡിജിറ്റൽ ലോകത്തിന്റെ കെണികളിൽ വീഴാത്ത കുട്ടികൾ. അവർക്ക് ദയയും സഹകരണവും കൂടും. ജീവിതത്തിലെ ഏത് സമ്മർദ്ദത്തെയും ശാന്തമായി നേരിടാൻ അവർ പഠിക്കും. എത്ര വലിയൊരു മാറ്റമായിരിക്കുമല്ലേ അത്? അപ്പോ ഇതെല്ലാം കേട്ട് നിങ്ങൾക്ക് തുടങ്ങണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: എവിടെ തുടങ്ങും? പേടിക്കേണ്ട, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തുടങ്ങാൻ പറ്റുന്ന വളരെ ലളിതമായ ഒരു ആക്ഷൻ പ്ലാൻ ഇതാ. ഈ 4 കാര്യങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. 1. ദിവസവും വെറും 5 മിനിറ്റ് നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയാണെന്ന് ഒരു വിധിതീർപ്പുമില്ലാതെ വെറുതെ ഒരു സാക്ഷിയെപ്പോലെ നോക്കിക്കാണുക. 2. പഴയൊരു വേദന മനസ്സിൽ വരുമ്പോൾ ആ നിമിഷം സ്വയം ഓർമ്മിപ്പിക്കുക: അത് ശരീരത്തിന്റെ അനുഭവമായിരുന്നു, എന്റെ ആത്മാവിൻ്റേതല്ല. 3. എല്ലാ ദിവസവും രാവിലെ ഞാൻ ആത്മാവാണ്, എന്റെ ശരീരം സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതുപോലൊരു വാചകം മനസ്സിൽ ഉറപ്പിക്കുക. പിന്നെ 4. ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്: ദിവസവും കുറച്ചുനേരം മൊബൈലിൽ നിന്നും മറ്റുപകരണങ്ങളിൽ നിന്നും ബോധപൂർവം മാറി നിൽക്കുക. അപ്പോ നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചു വരാം. നിർമ്മമത എന്നാൽ ഒളിച്ചോട്ടമല്ല, ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കലുമല്ല. നേരെ മറിച്ച് നമ്മുടെ ഉള്ളിലെ ആ യഥാർത്ഥ ശക്തിയിലെ ആത്മാവിന്റെ കരുത്ത്, അതോടുകൂടി ജീവിതത്തിലേക്ക് ധൈര്യമായിട്ട് ഇറങ്ങിച്ചെല്ലലാണ്. പോകുന്നതിനു മുൻപ് ഈ കേട്ടതൊന്നും വെറുമൊരു അറിവായിട്ട് മാറരുത്. അതുകൊണ്ട് നിങ്ങൾക്കുള്ളൊരു ചോദ്യം ഇതാണ്: ഇന്ന് ഈ നിമിഷം ഏതൊരൊറ്റ ആശങ്കയിൽ നിന്നാണ് നിങ്ങൾക്ക് നിർമ്മമതയോടെ ഒന്ന് വിട്ടുനിന്ന് അതിനെ നോക്കിക്കാണാൻ കഴിയുക? ആ ഒരൊറ്റ ചിന്ത മതി ഒരു വലിയ മാറ്റം തുടങ്ങാൻ.